ബേസിക്സ് ഓഫ് ബ്ലെൻഡറിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണിത്, വ്യൂപോർട്ട് ഡിസ്പ്ലേ ഓപ്ഷൻസ്. ഈ ഒരു ടൂൾ കൊണ്ട് നമുക്ക് മെയിൻലി ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഓബ്ജക്റ്റ് ടൈപ്സ് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അതേപോലെ മെയിൻലി 4 തരത്തിലുള്ള വ്യൂപോർട്ട് ഷെയ്ഡിങ്ങും ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെയാണ് ഒബ്ജക്റ്റ് ടൈപ്പ് വിസിബിലിറ്റി. ഈ ഒരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് വേണ്ട ഒബ്ജക്റ്റ് ടൈപ്പ് മാത്രമായി ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ വ്യൂപോർട്ടിൽ കുറച്ച് മെഷ് ആഡ് ചെയ്യുന്നു. അതേപോലെ കുറച്ച് ലൈറ്റും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുന്നു. പിന്നെ ക്യാമറയും. അപ്പോൾ ഈ ഒരു സീനിൽ ഞാൻ ഇപ്പോൾ 5 മെഷ് ആഡ് ചെയ്തു. പിന്നെ ലൈറ്റും 6 പോയിൻ്റ് ലൈറ്റും അതേപോലെ ഒരു 4 ക്യാമറയും ഞാൻ ആഡ് ചെയ്തു. ഇനി ഈ വ്യൂ പോർട്ടിൽ നിങ്ങൾക്ക് മെഷ് മാത്രമായി കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെഷ് മാത്രം അൺഹൈഡ് ചെയ്ത് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ വ്യൂ പോർട്ടിൽ ഈ മെഷ് മാത്രമായിരിക്കും കാണിക്കുന്നത്. ബാക്കി എല്ലാ ഒബ്ജക്റ്റ് ടൈപ്പും ലൈറ്റ് ആകട്ടെ ക്യാമറ ആകട്ടെ എല്ലാം ഹൈഡാവും. നേരെ മറിച്ച് നിങ്ങൾക്ക് ക്യാമറ മാത്രം കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷ് ഹൈഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ വന്ന് ഈ ക്യാമറയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അൺഹൈഡ് ചെയ്താൽ നിങ്ങൾക്കിതാ ഇവിടെ ക്യാമറ മാത്രമായി കാണിക്കും. അതേപോലെ തന്നെയാണ് ലൈറ്റും. അപ്പോൾ വ്യൂ പോർട്ടിൽ നിങ്ങൾക്ക് വേണ്ട ഒബ്ജക്റ്റ് ടൈപ്പ് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ ഈ ഒരു ടൂൾ സഹായിക്കും. പിന്നെ ഇവിടെ ഈ ഐക്കണിൻ്റെ റൈറ്റിലായി നമുക്ക് ഈ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഈ ഒരു ടൂള്, ഈ ഒരു ഐക്കൺ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് ടൈപ്പ് മാത്രം, അതായത് ഇപ്പോൾ ഇവിടെ മെഷ് ആണെങ്കിൽ മെഷ് മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്താൽ, ഞാൻ ഇവിടെ ഇപ്പോൾ ബോക്സായി സെലക്ട് ചെയ്താൽ എൻ്റെ മെഷ് മാത്രമായിരിക്കും ഇവിടെ സെലക്ട് ആവുന്നത്. ബാക്കി ക്യാമറ, പോയിൻ്റ് ലൈറ്റ് അതൊന്നും സെലക്ട് ആവില്ല. കാരണം ഞാൻ ഇവിടെ മെഷിൽ ഈ ഒരു സെലക്ട് ഓപ്ഷൻ എനേബിൾ ചെയ്തത് മെഷിന് മാത്രമാണ്. ബാക്കി എല്ലാത്തിലും ഞാൻ ഡിസേബിൾ ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് ക്യാമറയിലും പരീക്ഷിച്ച് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഇത് ബോക്സ് സെലക്ട് ചെയ്താൽ എൻ്റെ മെഷ് ഒന്നും സെലക്ട് ആവില്ല. പക്ഷേ ഇവിടെ ക്യാമറ മാത്രമായിരിക്കും സെലക്ട് ആവുന്നത്. അപ്പോൾ ഈ ഒരു ടൂള് വളരെ യൂസ്ഫുള്ളാണ്. ഉദാഹരണത്തിന് ലൈറ്റ് മാത്രമാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതും വളരെ ഒരു കോംപ്ലക്സ് സീനിൽ ലൈറ്റ് മാത്രം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തൊട്ടിപ്പുറത്താണ് വ്യൂപോർട്ട് ഗിസ്മോസ്. ഇത് വളരെ ബേസിക്കാണ്. ഇവിടെ നാവിഗേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്താൽ ഇവിടെ ഉണ്ടായ ആ നാവിഗേറ്റ് ഓപ്ഷൻ പോകുന്നതായിരിക്കും. എനേബിൾ ചെയ്താൽ വീണ്ടും വരും. ആക്റ്റീവ് ടൂൾസ് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ ടൂൾ എടുക്കുന്ന അനുസരിച്ച് ഇവിടെ നമുക്ക് ഈ ഒരു ഐക്കൺ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ആക്സിസ് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡിസേബിൾ ചെയ്യാൻ പറ്റും ആക്റ്റീവ് ടൂൾസിൽ. അതേപോലെ ഇവിടെ മെയിൻലി മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഷോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ എല്ലാം മൂവും റൊട്ടേഷനും സ്കെയിലും നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം, അല്ലെങ്കിൽ എനേബിളും ചെയ്യാൻ പറ്റും. അതേപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത് നമുക്ക് വരുന്ന വീഡിയോസ് നമുക്ക് നോക്കാം, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തതാണ് വ്യൂ പോർട്ട് ഓവർലേസ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണ്ട വ്യൂ പോർട്ടിൽ ഇപ്പോൾ ഫ്ലോർ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോർ ഹൈഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു വ്യൂ പോർട്ടിൽ എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ് വിസിബിൾ. അപ്പോൾ നിങ്ങൾക്ക് സെഡ് ആക്സിസ് വേണമെങ്കിൽ ഷോ ചെയ്യാം, അല്ലെങ്കിൽ ഏത് ആക്സിസ് വേണ്ടെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാനും പറ്റും. അതേപോലെ ടെക്സ്റ്റ് ഇൻഫോ ഇവിടെ കാണിക്കുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ ഒരു മെഷ് ഏത് കളക്ഷനിലുള്ളതാണെന്നും ആ മെഷിൻ്റെ നെയിം എന്താണെന്നും ഇവിടെ കാണിക്കും. ഉദാഹരണത്തിന് ഞാൻ ഈ കളക്ഷൻ്റെ വേറൊരു പേരിട്ട് ടെസ്റ്റ് എന്നിട്ടാൽ ആ കളക്ഷൻ്റെ നെയിം മാറും. അതേപോലെ ഈ ഒരു ക്യൂബ് സെലക്ട് ചെയ്ത് ഞാൻ ഈ ക്യൂബിനെ വേറെ എന്തെങ്കിലും പേര് കൊടുത്താൽ അതേ പേരായിരിക്കും ഇവിടെയും വരുന്നത്. അടുത്തതാണ് 3D കഴ്സർ. നമുക്ക് 3D കഴ്സർ ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാനും പറ്റും. പിന്നെയുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഈ സീനിലുള്ള എല്ലാം കമ്പൈൻ ചെയ്ത് എത്ര ഒബ്ജക്ട്സ് ഉണ്ട്, എത്ര വേർട്ടിസസ് ഉണ്ട്, എഡ്ജ് ഉണ്ട്, ഫേസ് ഉണ്ട്, ട്രയാങ്കിൾസ് ഉണ്ട്, അതൊക്കെ കാണിക്കും. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ലേറ്റർ പഠിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാനൊക്കെ പറ്റുമെന്ന് അറിഞ്ഞു വെക്കുക. അതേപോലെ എക്സ്ട്രാസ് ഉണ്ട്. എക്സ്ട്രാസ് ലൈറ്റ്, ക്യാമറ അതൊക്കെ എക്സ്ട്രാസിലായിരിക്കും പെടുന്നത്. പിന്നെ ഔട്ട്ലൈൻ സെലക്റ്റഡ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത ഔട്ട്ലൈന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്താൽ മതി. ഇത് ഡിസേബിൾ ചെയ്താൽ നമ്മളുടെ സെലക്ട് ചെയ്ത ഔട്ട്ലൈനൊക്കെ പോവും. അതേപോലെ ഒറിജിൻസ്, ഈ ഒരു നടുവിൽ സെൻറ്ററിലുള്ള ഡോട്ട്, ആ ഒറിജിൻ വേണമെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ മെയിൻലി വയർ ഫ്രെയിം, നിങ്ങൾ ഒബ്ജക്റ്റിൻ്റെ ടോപ്പോളജി വേണമെങ്കിൽ ഈ ഒരു വയർ ഫ്രെയിം എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇനി അടുത്ത് നോക്കാനുള്ളതാണ് മെയിൻ 4 ടൈപ്പ് ഓഫ് ഷെയ്ഡിങ്. വയർ ഫ്രെയിം വ്യൂ, സോളിഡ് വ്യൂ, പിന്നെ മെറ്റീരിയൽ വ്യൂ, അതേപോലെ റെൻഡേർഡ് വ്യൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് സോളിഡ് ഫ്രെയിമിലാണ്. ഡീഫോൾട്ടായി നമ്മൾ ചെയ്യുന്ന വ്യൂ ആണ് സോളിഡ് വ്യൂ. ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റിലാണ് വയർ ഫ്രെയിം വ്യൂ. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ മെഷിൻ്റെയും ബൗണ്ടറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വയർ ഫ്രെയിം വ്യൂ ആണ് ഇത്. തൊട്ടടുത്തതാണ് ഷെയ്ഡിങ് വ്യൂ. അപ്പോൾ നിങ്ങൾ കളർ അല്ലെങ്കിൽ ടെക്സ്ചർ, മെറ്റീരിയൽസ് ഒക്കെ ഈ ഒരു ഷെയ്ഡിങ് വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു ക്യൂബ് നമുക്ക് കളർ കൊടുക്കാം. ഞാനിവിടെ താഴെ വന്ന് ഈ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യാം. ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ ശേഷം ഒരു ന്യൂ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയ മെറ്റീരിയൽ കാണാൻ പറ്റും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു റീനെയിം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ബ്ലൂ കളർ കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെ വന്ന് നമുക്ക് ഈ ബേസ് കളർ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റാം. ഇതിന് നമുക്ക് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് ബ്ലൂ കളറായി മാറി. ആ ഒരു ബ്ലൂ കളർ മാറിയതോടൊപ്പം ഈ ഒരു വ്യൂ പോർട്ടിലും നമുക്ക് ബ്ലൂ കളർ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ സോളിഡിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാൻ പറ്റില്ല. കാരണം ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഷെയ്ഡിങ് വ്യൂവിൽ മാത്രമേ നമ്മുടെ കളേഴ്സ് അല്ലെങ്കിൽ ടെക്സ്ചേഴ്സ്, മെറ്റീരിയൽസ് ഒക്കെ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇതിനും ഒരു മെറ്റീരിയൽ കൊടുക്കാം. ന്യൂ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റീനെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയും റീനെയിം ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഗ്രീൻ കൊടുക്കുന്നു. ശേഷം ഇവിടെ ബേസ് കളറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ ഇതാണ് മെയിൻലി ഷെയ്ഡിങ് വ്യൂവിൻ്റെ ഓപ്ഷൻസ്. ഇനി അടുത്തത് റെൻഡേർഡ് വ്യൂ ആണ്. ഈ ഒരു വ്യൂവിൽ നിങ്ങൾക്ക് വേണ്ട ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും ആ ഒരു വ്യൂ ആയിരിക്കും ഇതിൽ കിട്ടുന്നത്. ഇതാണ് റെൻഡറിങ് വ്യൂ. ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചെറിയൊരു സീന് ക്രിയേറ്റ് ചെയ്ത് ഫയൽ റെൻഡർ എങ്ങനെ ചെയ്യാം, അതേപോലെ എങ്ങനെ സേവ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ ഒരു സീനിൽ ഇതിലുള്ള എല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും, അതേപോലെ അൺഹൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു വ്യൂ പോർട്ട് ഓവർലേസും അതേപോലെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഹൈഡ് ചെയ്യാനോ അൺഹൈഡ് ചെയ്യാനോ പറ്റും. ഇതിൻ്റെ ഷോർട്ട് കട്ട് വേണമെങ്കിൽ നമുക്കിവിടെ മൗസ് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഷിഫ്റ്റ് ആൾട്ട് സെഡ് ആണ്. ഷിഫ്റ്റ് ആൾട്ട് സെഡ് പ്രസ് ചെയ്താൽ നമുക്ക് ഹൈഡോ അൺഹൈഡോ ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെയും നമുക്ക് നോക്കാം. ഇതിൻ്റെ കൺട്രോൾ ബാക്ക് ടിക്ക് ആണ്. അപ്പോൾ കൺട്രോൾ ബാക്ക് ടിക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ഇതും ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫീച്ചറാണ് എക്സ്റേ മോഡ്. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ബാക്കിൽ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. സോ ഉദാഹരണത്തിന് ഇതിൻ്റെ ഈ ഒരു ക്യൂബിൻ്റെ ബാക്കിൽ നമുക്കൊരു മങ്കി കാണാം. പക്ഷേ ഈ ഒരു മങ്കി മെഷീനെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു മങ്കിയെ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് ആൾട്ട് സെഡ്. ആൾട്ട് സെഡ് പ്രസ് ചെയ്ത് നമുക്ക് എക്സ്റേ മോഡ് ഓൺ ചെയ്യാം, ഓഫും ചെയ്യാം. എക്സ്റേ മോഡ് മെയിൻലി യൂസ്ഫുൾ ആവുന്നത് എഡിറ്റ് മോഡിൽ നമ്മൾ മോഡലിംഗ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഈ 2 മെഷീനെ സെലക്ട് ചെയ്ത് ഈ ഒരു മങ്കിയും ഈ ഒരു ക്യൂബിനെയും സെലക്ട് ചെയ്ത് എഡിറ്റ് മോഡിൽ പോയാൽ എഡിറ്റ് മോഡിൽ പോയ ശേഷം ഞാൻ ഇവിടെ ഇതേപോലെ ഇങ്ങനെ സെലക്ട് ചെയ്താൽ ഇത് ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ ഈ ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ സെലക്ട് ചെയ്താൽ ഇതേപോലെ ഫ്രണ്ടിലുള്ള ഏതൊക്കെ വേർട്ടെക്സ് ഉണ്ടോ അത് മാത്രമേ സെലക്ട് ആവും. ബാക്കി ബാക്കിലുള്ള ഈ ഒരു ഫേസോ അല്ലെങ്കിൽ ഈ ഒരു മങ്കിയുടെ ബാക്കി പോർഷനൊന്നും സെലക്ട് ആവുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ആൾട്ട് സെഡ് പ്രസ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് മോഡ് ഓൺ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മെഷ് ഫുള്ള് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ഒന്ന് നോക്കാനുള്ളത് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. നമുക്ക് ഇവിടെ കിട്ടുന്ന ഓപ്ഷൻ പോലെ തന്നെ നമുക്ക് ഈ ഷെയ്ഡിങ്ങിലും കിട്ടും. ഈ ഒരു ഷെയ്ഡിങ്ങിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വയർ ഫ്രെയിം മോഡ് ടേൺ ഓൺ ചെയ്ത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കുറേ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ സോളിഡ് മോഡിലും ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. ഇതുപോലെ കുറേ തരത്തിലുള്ള ലൈറ്റിങ്സ് അവൈലബിൾ ആണ്. ഫ്ലാറ്റ് വേണമെങ്കിൽ ഫ്ലാറ്റ് എടുക്കാം. എനിക്ക് വേണമെങ്കിൽ ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെ കളറിങ് നമുക്ക് മാറ്റാൻ പറ്റും. ടെക്സ്ചർ ആണെങ്കിൽ എന്തെങ്കിലും ടെക്സ്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്ചേഴ്സ് ഇവിടെ കാണിക്കും, സോളിഡ് വ്യൂവിൽ തന്നെ കാണിക്കും. അതേപോലെ റാൻഡം കളർ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഈ ഒരു സീന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.